നിന്നിലലിയാൻ ഞാൻ ഭാഗം 64. എൻ്റെ പൊന്നുമോള് ഒരു കാര്യം അറിഞ്ഞില്ലേ? അങ്ങനെയുള്ള പോക്കെല്ലാം അന്നത്തെ ദിവസം കൊണ്ട് തന്നെ ഞാൻ നിർത്തി. ഇനി ഈ ഇന്ദ്രൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ കൂടെ ഇതുപോലെ ചേർന്ന് നീയും ഉണ്ടാകും. ഇല്ലെങ്കിൽ എങ്ങോട്ടും ഞാൻ പോകില്ല. അത് ഞാൻ അന്നത്തെ ആ യാത്ര കൊണ്ട് തന്നെ തീരുമാനിച്ചതാണ്. എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ നീ ശ്രദ്ധിക്കാതെ എൻ്റെ പ്രാണനുള്ള ഈ ശരീരത്തെ അവൾ വേദനിപ്പിച്ചു. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് നോക്കി. അന്ന് അലങ്കൃത ആക്സിഡൻ്റ് ഉണ്ടാക്കിയപ്പോൾ വന്ന പാടിലേക്ക് ആ പാട് പൂർണ്ണമായി മാഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൻ അവിടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഇനി നീയാണ് എനിക്ക് വാക്ക് തരേണ്ടത്. അവൻ പറഞ്ഞു, ഈ ഉറപ്പ് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നതിൽ എന്തോ ഒരു വശപ്പിച്ചൊക്കെ ഉണ്ടല്ലോ. ഇന്ദ്രൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അപ്പോൾ അവൻ്റെ ചുണ്ടിൽ ആരെയും മയക്കുന്ന ഒരു പുഞ്ചിരിയായിരുന്നു. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അവൻ പറഞ്ഞു. അവൾ എന്താണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് ഇനിയിപ്പോൾ നാട്ടിലേക്ക് പോകും നമ്മൾ. അവിടെ ചെല്ലുമ്പോൾ അമ്മയുടെ അടുത്ത് നിൽക്കാൻ പറ്റൂ. പിന്നെ ഇനി അങ്ങോട്ട് ഓരോ ദിവസം കഴിയുന്തോറും ഡെലിവറി സമയം അടുക്കുമ്പോൾ പിന്നെ പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ എന്തൊക്കെയോ റിച്വൽസ് ഇല്ലേ? അങ്ങനെ പോലും എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കരുത് എന്നാ ഞാൻ പറയാൻ വന്നത്. അവൻ പറയുന്നത് കേട്ടതും പാർവതി അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരു ദയനീയത ഉണ്ടെന്ന് അവന് തോന്നി. ഇതൊക്കെ ഞാൻ എങ്ങനെയാ അമ്മയോട് പറയുന്നേ? ആ സമയത്ത് അമ്മമാരാരും സമ്മതിക്കില്ല, പാർവതി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ മോൾ പ്രസവത്തിനൊന്നും നാട്ടിലേക്ക് പോകണ്ട, ഇവിടെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ മതി. ഇനി എൻ്റെ വീട്ടിലും അമ്മയും മുത്തശ്ശിയും എല്ലാം എന്തെങ്കിലും പറഞ്ഞു വന്നാൽ നമ്മൾ ഭണ്ഡാർധാരയിലേക്ക് പോകും. പിന്നെ കുഞ്ഞിന് ഒരു 2 വയസ്സൊക്കെ ആയിട്ട് തിരിച്ചിങ്ങോട്ട് വരികയുള്ളൂ, നോക്കിക്കോ. അവൻ വാശിയോടെയും ദേഷ്യത്തോടെയും പറയുന്നത് കേട്ട് പാർവതി കണ്ണുമിഴിച്ച് അവനെ നോക്കി. ഇന്ദ്രേട്ടാ, ഇതെന്തൊക്കെയാ പറയുന്നേ? എന്താ ഇത്ര ദേഷ്യം? അവൾ അവൻ്റെ കവിളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് എനിക്ക് നീയില്ലാതെ പറ്റില്ല. അത് പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മുൻകൂട്ടി പറഞ്ഞത്. അവരോട് ഞാൻ പറയും എൻ്റെ തീരുമാനം ഇതാണെന്ന്. പക്ഷേ നീ കണ്ണ് നിറച്ച് എന്നെ നോക്കിയാ അവിടെ നിൽക്കണമെന്ന് നിൻ്റെ മുഖത്ത് ഒരു ആഗ്രഹം കണ്ട എനിക്ക് ചിലപ്പോൾ തടയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്, ഇന്ദ്രൻ പറഞ്ഞു. എനിക്ക് അവരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടമെന്ന് ഇന്ദ്രേട്ടന് തോന്നുന്നുണ്ടോ? എനിക്ക് ആരുടെയും ഒപ്പം നിൽക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഈ സ്നേഹച്ചൂടിൽ, ഈ സംരക്ഷണ വലയത്തിൽ, ഈ പ്രണയത്തിൽ ചേർന്ന് അലിഞ്ഞു നിൽക്കാനാണ് ഇഷ്ടം, അവൾ പറഞ്ഞു. അത് കേട്ടതും ഇത്രയും നേരം ഉണ്ടായിരുന്ന പിണക്കവും പരിഭവവും എല്ലാം ആ മുഖത്തു നിന്ന് മാറി അവിടെ വീണ്ടും ഒരു പുഞ്ചിരി സ്ഥാനം പിടിക്കുന്നത് പാർവതി കണ്ടു. ഇന്ദ്രേട്ടാ, അവൾ അവൻ്റെ കവളിൽ തന്നെ പിടിച്ചുകൊണ്ട് വിളിച്ചു. ഈ ഇന്ദ്രജിത്തിൻ്റെ ഈ ഭാവം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലേ? എനിക്ക് മാത്രം കാണാനല്ലേ ഈ ഭാവങ്ങൾ? ഈ മുഖത്തെ ഈ പിണക്കം, പരിഭവം, സന്തോഷം, കുറുമ്പ്, കുസൃതി. പിന്നെ അവൾ പറഞ്ഞു നിർത്തിയതും ഇന്ദ്രൻ പറഞ്ഞു തുടങ്ങി. കാമം, വികാരങ്ങൾ, പ്രണയം. നമ്മുടെ ബെഡിൽ നിന്നെ സ്വീകരിക്കുമ്പോൾ എൻ്റെ മുഖത്തുണ്ടാവുന്ന ഭാവങ്ങൾ എല്ലാം നിനക്ക് മാത്രമാണ്, നിനക്ക് മാത്രം കാണാനുള്ളതാണ്. അവനത് പറയുമ്പോൾ അവളുടെ ശരീരം ഒന്ന് വിറച്ചു. അത്രയും പ്രണയത്തോടെയും വശ്യമായ രീതിയിലുമാണ് അവൻ പറയുന്നത്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. ഒരു കുഞ്ഞുവാവ വരാറായി. ഇപ്പോഴും ഈ വിറയൽ മാറാത്തതെന്താണ് എൻ്റെ പാറു? ഇന്ദ്രൻ ചോദിച്ചു. അതോ, അവൾ അവൻ്റെ കവിളിൽ പിടിച്ചുകൊണ്ട്. ഓരോ പ്രാവശ്യവും ഈ ഇന്ദ്രജിത്ത് ലോകനാഥ് ഗുപ്തയുടെ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയത്തിനും പുതുമ നിറയുകയാണ്. പുതുമയാണ് എൻ്റെ ഇന്ദ്രേട്ടൻ എന്നെ സ്വീകരിക്കുമ്പോൾ, എന്നിൽ അലിയുമ്പോൾ. അതെനിക്ക് പുതുമയും നാണവും എല്ലാം തരും. ഈ നോട്ടം പോലും ചിലപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാതെ വരാറുണ്ട്, അവൾ പറയുമ്പോൾ അവൻ അവളുടെ 2 ഇടുപ്പിലും കൈവച്ചുകൊണ്ട് അവളെ പതിയെ പൊക്കിയെടുത്തിരുന്നു. പാർവതി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് അവനിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് പാർവതി തുമ്മി. അത് കണ്ടതും അവനൊന്ന് കൂർപ്പിച്ചു നോക്കി. പെട്ടെന്ന് തന്നെ അവൾ
അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ടും ആ നോട്ടം മാറുന്നില്ല എന്ന് കണ്ടതും അവൾ അവൻ്റെ ചുണ്ടിൽ പതിയെ അവളുടെ ചുണ്ടുകൾ മുട്ടിച്ചു. പതിയെ ആ ചുണ്ടുകളെ ഒന്ന് കടിച്ചു. ആ സമയം ഇന്ദ്രൻ്റെ കണ്ണുകൾ കൂമ്പിയടയുന്നത് അവൾ കണ്ടു. പതിയെ കീഴ്ചുണ്ടിനെയാണ് കടിച്ചത്. പിന്നെ അത് മേൽചുണ്ടിലേക്കെത്തി. അവൻ അപ്പോഴും കണ്ണുകളടച്ച് അവൾക്ക് വിധേയായി നിന്നു. അവൾ അവൻ്റെ ചുണ്ടുകളിൽ കടിച്ചും നുണഞ്ഞു വലിച്ചും പിന്നീട് ചുംബിച്ചും കൊണ്ടിരുന്നു. അവൻ്റെ ചുണ്ടുകളിൽ നിന്നും അവളുടെ ചുണ്ടുകൾ മാറിയതും പെട്ടെന്ന് ഇന്ദ്രൻ കണ്ണു തുറന്നു. കഴിഞ്ഞോ? ഇന്ദ്രൻ ചോദിച്ചു. അവൾ അപ്പോഴും അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. എന്നാ ഇനി ഞാൻ തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ 2 കൈകൾ കൊണ്ട് കോരിയെടുത്തു. പതിയെ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. വളരെ പതിയെ ശ്രദ്ധിച്ചാണ് അവൻ അതിലേക്ക് ഇറങ്ങിയത്. വെള്ളത്തിലിറങ്ങിയതും അവൻ അവളെ താഴെ നിർത്തി. പാർവതിയുടെ ഉടലൊന്നു വിറച്ചു. അവൾ അവനിലേക്ക് ചേർന്ന് നിന്നു. എന്തുപറ്റി? ഇന്ദ്രൻ ചോദിച്ചു. തണുക്കുന്നു, അവൾ പറഞ്ഞു. തണുപ്പ് മാറ്റട്ടെ? വളരെ ആർദ്രമായി അവളുടെ ചെവിക്കടുത്തേക്ക് വന്നുകൊണ്ട് അവളുടെ ചെവിയിൽ അവൻ്റെ ശ്വാസം തട്ടുന്നത് പോലെ അവൻ പറഞ്ഞു. അവളിൽ നിന്നും ഒരു കുറുകുന്ന ശബ്ദം പുറത്തേക്ക് വന്നു. അവൻ അവൻ്റെ ഷർട്ട് ഊരി മാറ്റി. അവൻ്റെ ആ വിരിഞ്ഞ മാറും, കഴുത്തിൽ കിടക്കുന്ന ആ പ്ലാറ്റിനത്തിൻ്റെ ചെയിനും അതിൽ പാറുവിൻ്റെ ലോക്കറ്റും ആ വെള്ളത്തിൽ ഒന്നുകൂടി തിളങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. അവൻ ഒന്ന് മുങ്ങി നിവർന്നു. അവളിലേക്ക് പതിയെ അടുത്തു. അവൻ വരുന്നതനുസരിച്ച് അവൾ പതിയെ വെള്ളത്തിലൂടെ പുറകിലേക്ക് നടന്നു. 2 കൈകൾ കൊണ്ടും നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി പുറകിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നടന്നു. ആ പൂളിലെ വെള്ളത്തിൽ നിറയെയുള്ള റോസാപ്പൂക്കൾ ഇന്ദ്രൻ്റെ നഗ്നമായ നെഞ്ചിലെല്ലാം പറ്റുന്നത് അവൾ കൗതുകത്തോടെ കണ്ടു. ഇന്ദ്രൻ്റെ നോട്ടവും ആ റോസാ ഇതളുകൾ അവളുടെ സാരിയിലും കഴുത്തിലും എല്ലാം പറ്റി നിൽക്കുന്നത് അവനും കണ്ടു. അവൾ ചെന്ന് ബെഡിൽ മുട്ടി നിന്നതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ സമയം കൊണ്ട് തന്നെ ഇന്ദ്രൻ അവൾക്ക് തൊട്ടു മുന്നിലെത്തി. പെട്ടെന്ന് തിരിഞ്ഞ പാർവതി കാണുന്നത് അവളുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഇന്ദ്രനെയാണ്. ഇനി എങ്ങോട്ടാ പോകുന്നത്? ഇന്ദ്രൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവൻ്റെ ആ കണ്ണുകളിലെ പ്രണയം, വശ്യമായ നോട്ടവും പാർവതി തളർന്നു തുടങ്ങിയിരുന്നു. അവൻ്റെ പ്രണയത്തിൽ അവൾ അടിമപ്പെട്ട് തുടങ്ങിയിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്നും സാരി അഴിച്ചു മാറ്റി അവനത് ദൂരേക്ക് എറിഞ്ഞു. അപ്പോഴും നോട്ടം അവളുടെ കണ്ണുകളിൽ തന്നെയാണ്. കണ്ണുകളിൽ നിന്നും നോട്ടം മാറ്റാതെ തന്നെയാണ് അവനത് ചെയ്തത്. അവൻ വീണ്ടും അവളിലേക്ക് ഒന്നമർന്നു. അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ ആ വയറിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു. പാറു, നമ്മുടെ വാവ സേഫ് അല്ലേടാ? കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ ആ പ്രണയ വികാരത്തിലും അവളോട് ചോദിച്ചു. അപ്പോഴും തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തുള്ള ആ അച്ഛൻ്റെ കരുതൽ അവൾ അറിഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ കഴുത്തിലൂടെ 2 കൈകൾ ഇട്ടുകൊണ്ട് അവൻ്റെ തലയ്ക്ക് പിന്നിലായി ചേർത്ത് പിടിച്ചു. അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു. മൈ ഹസ്ബൻഡ് ഈസ് വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് ഡിസിഷൻ ഇൻ ലൈഫ്. ഇഫ് ഐ കുഡ് ഹാവ് എനി വൺ ഇൻ ദ വേൾഡ് ഇറ്റ് വുഡ് സ്റ്റിൽ ബി ഹിം. അവൾ പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ ഒരു നീർത്തിളക്കം അവൾ കണ്ടു. പാറു, എല്ലാവരും ഞാൻ അവളെ പ്രണയിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവനെ പ്രണയിക്കുന്നു, അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, പ്രാണനാണ്, ജീവനാണ് എന്നെല്ലാം പലരും പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നാറ്. പക്ഷേ ഇപ്പോൾ ആ പ്രണയത്തെ ഒരു കടലോളം എന്നിലേക്ക് തരുന്ന നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല പെണ്ണെ. കാരണം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ ആ പ്രണയമെന്ന ഫീലിംഗ് നീ ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. ഇന്ദ്രനും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ പറഞ്ഞു. ആ നിമിഷം 2 പേരുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അപ്പോൾ തന്നെ പാർവതി അവനെ കെട്ടിപ്പിടിച്ചു. അവനും തിരികെ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു.
അല്പസമയത്തിന് ശേഷം അവളെ അടർത്തി മാറ്റി. 2 കൈകൾ കൊണ്ടും അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ, 2 കണ്ണിൽ, 2 കവിളിൽ, മൂക്കിൽ എല്ലാം അവൻ്റെ ചുണ്ടുകൾ സ്നേഹചുംബനം നൽകുമ്പോൾ അവളുടെ താടി ചെറുതായി ഒന്ന് കടിച്ചുകൊണ്ട് അവളെ വേദനിപ്പിച്ചു. പിന്നെ പതിയെ അവിടെ ചുംബിച്ചു. അവൻ്റെ നോട്ടം അവളുടെ മനോഹരമായ ആ ചുണ്ടിലേക്ക് എത്തിയതും അവിടെ അവനായി കരുതി വെച്ച ആ പുഞ്ചിരി അവൻ അവൻ്റെ ചുണ്ടുകളാൽ കവർന്നെടുത്തു. ചെറുകടികൾ കൊണ്ട് വേദനിപ്പിച്ചും പിന്നെ ആ വേദനയെ അവൻ്റെ ചുണ്ടിനാലും നാവിനാലും നുണഞ്ഞും ദീർഘനേരം അവൻ അവളുടെ ചുണ്ടുകളെ താലോലിച്ചു. പിന്നീട് അവളുടെ മനോഹരമായ പല്ലുകളാൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന അവളുടെ നാവിനെ, അവൻ്റെ നാവ് അവളുടെ പല്ലുകളോട് യുദ്ധം ചെയ്ത് അവളുടെ നാവിനെ അവൻ്റെ നാവ് സ്വന്തമാക്കി. അവളുടെ ആ നാവിനെ ഇത്രയും നേരം ഒളിപ്പിച്ചു വെച്ചതിന് ചെറിയൊരു പരിഭവം എന്നതുപോലെ അവൻ്റെ പല്ലുകൾ അവളുടെ നാവിനെ ഒന്ന് വേദനിപ്പിച്ചു. പിന്നീട് താലോലിച്ചും കൊണ്ടിരുന്നു. ദീർഘനേരത്തെ 2 പേരുടെയും നാവുകൾ തമ്മിലുള്ള ഇണചേരലിനൊടുവിൽ ശ്വാസം വിടാൻ വേണ്ടി മാത്രം ഇന്ദ്രൻ അവളിൽ നിന്നും അടർന്നു മാറി. ദീർഘമായി ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന അവളെ അവൻ നോക്കി. കണ്ണുകൾ അടച്ച് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ആഞ്ഞു ശ്വാസം വിടുകയായിരുന്നു അവൾ. അവൻ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ടും "പാറു, ദർ ഈസ് നത്തിങ് റോങ് വിത്ത് യു?" ഇന്ദ്രൻ ചോദിച്ചു. "ഇല്ല, കുഴപ്പമൊന്നുമില്ല." എന്നെ ഉമ്മ വെച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ച് ചോദിക്കുന്ന കേട്ടില്ലേ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. കുറച്ചു നേരം അവൻ അവളെ ചേർത്ത് പിടിച്ചു. പക്ഷേ അവളുടെ ശരീരം തണുത്തിരിക്കുന്നത് കണ്ടതും അവൻ അവളെയും കൊണ്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്നും കയറി. "പാറു, ഈ മുറിയിൽ നല്ല തണുപ്പാണ്. അതിൻ്റെ കൂടെ ഈ വെള്ളത്തിലും കൂടി നിന്നാൽ എൻ്റെ പെണ്ണ് തണുത്ത് മരവിച്ചു പോകും. വേഗം ചെന്ന് ഈ നനഞ്ഞ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വാ," ഇന്ദ്രൻ പറഞ്ഞു. അത് കേട്ട് പാർവതി അത്ഭുതത്തോടെ അവനെ നോക്കി. സാധാരണ ഇങ്ങനെയൊരു പതിവില്ലാത്തതാണ്. അവൻ തന്നെയാണ് അവളുടെ ഡ്രസ്സ് മാറ്റുന്നതും എല്ലാം. അവൾ അവനെ ഒന്ന് നോക്കി. ആ നോട്ടം കണ്ട് ഇന്ദ്രൻ എന്താണെന്ന് ചോദിച്ചു. "ഒന്നുമില്ല," അവൾ പറഞ്ഞു. "അല്ലല്ലോ, മറ്റെന്തെങ്കിലും നീ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നോ?" ഇന്ദ്രൻ ചോദിച്ചു. "അയ്യോ ഇല്ല, എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് അപ്പുറമാണല്ലോ ഇന്ദ്രജിത്ത് ലോകനാഥ ഗുപ്ത," പാർവതി പറഞ്ഞു. അവൾ തിരിഞ്ഞു നടക്കാൻ പോയതും അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനോട് ചേർത്ത് നിർത്തി. "വാ, ആദ്യം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാം. എന്നിട്ട് പറയുന്നില്ല, കാണിച്ചു തരാം," അവൻ പറഞ്ഞു. ബ്ലൗസും പാവാടയും മാത്രം ഇട്ട് നിൽക്കുന്ന അവളുടെ നഗ്നമായ നെഞ്ചിൽ അവൻ അമർന്നു. അവൻ 2 കൈകൾ കൊണ്ടും അവളെ അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം," അവൾ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും അകന്നു മാറാൻ നോക്കിയതും "എങ്ങോട്ടാ ഈ പോകുന്നേ? അങ്ങനെ നീ സന്തോഷിക്കണ്ട. നിന്റെ ഈ പ്രതീക്ഷകളൊന്നും ഇന്ദ്രൻ തെറ്റിക്കില്ല," എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ബ്ലൗസിൽ കൈവച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. "എന്തു പറ്റി?" അവൻ ചോദിച്ചു. "ഇല്ല, ഒന്നുമില്ല," അവൾ പറഞ്ഞു. അവൻ അവളെയും കൊണ്ട് ബാത്ത് ടവലുകൾ മടക്കി വെച്ചിരിക്കുന്ന അവിടേക്ക് നടന്നു. അതിൽ നിന്നും ഒരു ടവലെടുത്തു. "പാറു, നനഞ്ഞത് ഇട്ടുകൊണ്ട് നിൽക്കണ്ട, മാറ്റട്ടെ ഞാനിത്?" ഇന്ദ്രൻ ചോദിച്ചു. സാധാരണ അനുവാദം ഒന്നും ചോദിക്കാറില്ലല്ലോ. എന്തു പറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു നോട്ടമായിരുന്നു അവളുടെ. അത് മനസ്സിലായതുപോലെ അവൻ "ഞാൻ ചുമ്മാ ചോദിച്ചെന്നേയുള്ളൂ" എന്ന് പറഞ്ഞ് അവൻ അവളെ 2 കൈകൾ കൊണ്ട് കോരിയെടുത്തുകൊണ്ട് തന്നെ വാഷ്റൂമിലേക്ക് കയറി. ഇളം ചൂടുവെള്ളം ശരീരത്തിലൂടെ ഒഴുകുമ്പോൾ ഇത്രയും നേരത്തെ ആ തണുപ്പ് അവൾക്ക് ഇപ്പോഴാണ് തോന്നുന്നത്. ആ ചൂടുവെള്ളം തൻ്റെ ശരീരത്തിലെ തണുപ്പിനെ ഇല്ലാതാക്കുന്നത് അവൾ അറിഞ്ഞു. ഇത്രയും നേരം ഇന്ദ്രൻ്റെ ആ ചൂടിൽ അവളുടെ ശരീരത്തിലെ തണുപ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ശരീരത്തോടൊപ്പം ഇന്ദ്രൻ്റെ ശരീരവും നനഞ്ഞുകൊണ്ടിരുന്നു. ആ ഷവറിനടിയിൽ തന്നെ നിൽക്കുമ്പോൾ പാർവതിയുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ അഴിഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു. അല്പസമയം കഴിഞ്ഞ് ഷവർ ഓഫ് ചെയ്തു. അവളുടെ തല നന്നായി അവൻ തുടച്ചു കൊടുത്തു. ഒരു ടവൽ കൊണ്ട്
അവളുടെ തലമുടി ചുറ്റി കെട്ടിക്കൊടുത്തു. ഇന്ദ്രനും ഒരു ടവലെടുത്തു. വീണ്ടും അവളെ ഇരു കൈകൾ കൊണ്ട് കോരിയെടുത്ത് സ്വിമ്മിംഗ് പൂളിന് നടുക്കുള്ള ആ ബെഡിലേക്ക് പോകാനുള്ള ഭാഗത്തേക്ക് നടന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ അവരുടെ ഇണയെ തേടുന്നത് പോലെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെയായിരുന്നു. അവളെയും കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു. അവിടെ ചെന്ന് അവൻ പതിയെ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളെ ബെഡിലേക്ക് കിടത്തി. ഇത്രയും നേരം വെള്ളത്തിൽ നിന്നത് കൊണ്ടോ എന്തോ പാറുവിൻ്റെ മുഖമെല്ലാം ചുവന്നിരുന്നു. നല്ല വെളുത്ത നിറമുള്ള അവളിപ്പോൾ നല്ല ചുവന്ന് തൊടുത്തിരിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും പെട്ടെന്ന് അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു. ഒരു പുഞ്ചിരിയോടെ അവനും അവളെ കെട്ടിപ്പിടിച്ചു കിടന്നു. പാറു, അവൾ ഒന്ന് മൂളി. വേദനിപ്പിക്കാതെ ഞാൻ നിന്നെ അറിഞ്ഞോട്ടെ, അവൻ ചോദിച്ചു. അപ്പോഴും അവളുടെ ആ മുറുക്കം കൂടിയതേയുള്ളൂ. അനുവാദം ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്തിനാ? അവൾ അവളുടെ മുഖം നെഞ്ചിൽ ഒളിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. എനിക്കും നിന്നെ ചോദിച്ചിട്ട് സ്വന്തമാക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ നീ ഓക്കെ ആണോ എന്നറിയാൻ വേണ്ടിയാണ്. കാരണം ഇന്ന് കടലിലെ കളിയും ഈ യാത്രയും എൻ്റെ പെണ്ണിന് ക്ഷീണമുണ്ടോ എന്നറിയില്ലല്ലോ. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് തന്നെ ഇന്ദ്രൻ ചോദിച്ചു. ഒരു ക്ഷീണവുമില്ല. ഇന്ദ്രേട്ടൻ്റെ ഈ സ്നേഹച്ചൂടിൽ പാർവതിക്ക് ഒരു ക്ഷീണവും തോന്നില്ല, അവൾ പറഞ്ഞു. തളർന്നു പോവോ? ഇന്ദ്രൻ ചോദിച്ചു. ഇല്ല, അവൾ വളരെ ആർദ്രമായി പ്രണയത്തോടെ തന്നെ പറഞ്ഞു. അവൾ ചുറ്റിപ്പിടിച്ചിരുന്ന കൈ അടർത്തി മാറ്റി അവളെ ബെഡിലേക്ക് കിടത്തി. അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അവൻ്റെ മുഖം താഴ്ന്നു വരുന്നതറിഞ്ഞതും പാർവതിയുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവൻ തൻ്റെ അതരങ്ങളെ സ്വന്തമാക്കുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ അവൾ അറിഞ്ഞു. പതിയെ തുടങ്ങിയ അവൻ്റെ ആ ചുംബനം പിന്നെ ദീർഘമായി. അത് അവൻ്റെ എല്ലാ പരിധികളും വിട്ടുള്ള ചുംബനത്തിലേക്ക് എത്തിയിരുന്നു. അത് എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു ചെറു ചാറ്റൽ മഴയായി തുടങ്ങി ഒരു പേമാരിയായി പാർവതിയിലേക്ക് പെയ്തിറങ്ങാറാണ് ഇന്ദ്രൻ പതിവ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു അനുവാദം ചോദിക്കാൻ എന്ന പോലും അവൾക്ക് തോന്നി. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവൻ്റെ ആ മുഖം അവളുടെ ആ നീണ്ട കഴുത്തിലേക്ക് എത്തിയിരുന്നു. അവിടെ ചെറു കടികളാലും ചുണ്ടുകളുടെ നനവും നാവുകളുടെ നനവും അറിഞ്ഞ പാർവതി ഒന്ന് ഏങ്ങിപ്പോയിരുന്നു. അവളുടെ നീണ്ട മനോഹരമായ കഴുത്തിൽ ചെറു കടികളാൽ വേദനിപ്പിച്ചും പിന്നീട് അവൻ്റെ നാവുകൾ ആ വേദനയ്ക്കുള്ള മരുന്നായും അവളിലൂടെ ഒഴുകി നടന്നു. കഴുത്തിൽ നിന്നും അവൻ്റെ മുഖം മാറിടുക്കിലേക്ക് പോയതും അവൾ അവൻ്റെ തലമുടിയിൽ കൈകൾ കോർത്ത് വലിച്ചു. മാറിന് മുകളിൽ അവൻ്റെ സഞ്ചാരപാതയെ തടസ്സമാക്കി നിന്ന ആ ടവൽ അവൻ അഴിച്ചു മാറ്റി. ആഗ്രഹിച്ചത് എന്തോ കണ്ടുകിട്ടിയ ഒരു കുഞ്ഞിൻ്റെ സന്തോഷത്തോടെ അവൻ അവളുടെ ഇടത് മാറിനെ അവൻ്റെ നാവുകളാൽ സ്വന്തമാക്കുമ്പോൾ അവളുടെ വലത് മാറിനെ അവൻ്റെ ഇടത് കൈകൾ സ്വന്തമാക്കുകയായിരുന്നു. അവൻ്റെ ഉമിനീരിനാൽ അവളുടെ മാറും നനഞ്ഞുകൊണ്ടിരുന്നു. അവളിൽ നിന്ന് വരുന്ന ഓരോ ശീൽക്കാര ശബ്ദങ്ങളും അവനെ ചൂടുപിടിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ വികാരത്തെ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തിക്കാൻ അവളിൽ നിന്നും വരുന്ന ഓരോ ശബ്ദങ്ങൾക്കും സാധിച്ചു. ഇരുമാറിനെയും അവൻ്റെ നാവുകൾ മാറി മാറി രുചിച്ചു. എത്ര നുകർന്നിട്ടും മതിയാവാത്തതുപോലെ അവൻ്റെ നാവ് അവളുടെ മാറിനെ രുചിച്ചു കൊണ്ടിരുന്നു. അവൻ അവളുടെ മാറിൽ നിന്നും അടർന്ന് മുഖം മാറ്റുമ്പോൾ ചോര പുറത്തേക്ക് വരും പോലെ അത്രയും ചുവന്നിരുന്നു അവളുടെ ഇരുമാറുകളും. പതിയെ അവൻ്റെ മുഖം അവളുടെ വയറിലേക്ക് നാവുകളാൽ ഇഴഞ്ഞിറങ്ങുന്നത് അവൾ അറിഞ്ഞു. അവളിലെ പെണ്ണിനെ ഉണർത്തുന്ന ഒരു മാന്ത്രികത അവൻ്റെ ചുണ്ടുകൾക്കും നാവുകൾക്കും ഉണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എപ്പോഴും അവൻ തന്നെ അറിയുമ്പോൾ ഒരു പുതുമയുള്ളതായി. അവളെന്ന സ്ത്രീയെ ആദ്യമായി അറിയുന്ന ഒരു നിർവൃതിയായിരുന്നു. അവളുടെ വയറിൽ അവൻ്റെ ചുംബനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവളുടെ പൊക്കിൾ ചുഴിയോട് ചേർന്ന് കിടക്കുന്ന പൊന്നരഞ്ഞാണത്തോട് പോലും അവന് ദേഷ്യമാണ് തോന്നിയത്. അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ തന്നെ അവളിൽ അണിയിച്ച നിറയെ പവിഴമുത്തുകൾ തൂങ്ങിക്കിടക്കുന്ന അവളുടെ അരഞ്ഞാണം പോലും അവൻ്റെ ഉമിനീരിനാൽ കുതിർന്നു. അവൻ്റെ നാവുകൾ
അവളുടെ പൊക്കിൾ ചുഴിയിലേക്ക് ചേരുമ്പോൾ നടുവൊന്നു പൊക്കി അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവളുടെ കൈകൾ അപ്പോഴും അവൻ്റെ മുടിയിൽ കൊരുത്തു പിടിച്ചിട്ടുണ്ട്. അവളുടെ പൊക്കിൾ ചുഴി ഉള്ളിലേക്ക് വലിയുന്നത് പോലെ തോന്നിയ ഇന്ദ്രൻ, പാറു വേണ്ട, നമ്മുടെ ഭാവയുണ്ട്, മുഖമുയർത്തിക്കൊണ്ട് അവളോട് പറഞ്ഞു. അവൾ ദീർഘനിശ്വാസം എടുത്തതും അവളുടെ വയർ പഴയതുപോലെ തന്നെ എത്തി. എന്താ പാറു, ഞാൻ ഈ പൊക്കിൾ ചുഴിയിൽ ചുംബിക്കുമ്പോൾ എന്തിനാ നീ ശ്വാസം ഇത്ര ഉള്ളിലേക്ക് പിടിക്കുന്നത്? അവൻ ചോദിച്ചു. അതിന് അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. മറുപടി പോലും പറയാൻ അവൾ അത്രയും അശക്തയായിരുന്നു. ഇന്ദ്രൻ്റെ മുഖം അവളുടെ ശരീരത്തിലൂടെ ഓടി നടക്കുമ്പോഴെല്ലാം അവൾ മറ്റൊരു ലോകത്തായിരുന്നു. അവൾ ഒരു തൂവൽ പോലെ പറന്നു പോകുന്നത് പോലെയെല്ലാം അവൾക്ക് തോന്നി. നഗ്നമായ അവൻ്റെ നെഞ്ചിൽ അവളുടെ കാൽപാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അതിലെ ഓരോ വിരലുകളെപ്പോലും അവൻ നുണഞ്ഞു. പ്രണയവും കാമവും മാത്രമായിരുന്നു ഇന്ദ്രനിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. അതിൻ്റെ പേര് പാർവതി ഇന്ദ്രജിത്ത് എന്നായിരുന്നു. അവളെ ഒട്ടും തന്നെ വേദനിപ്പിക്കാതെ വളരെ ശ്രദ്ധയോടെ അവളിലേക്ക് ചേരുമ്പോൾ, തൻ്റെ പെണ്ണിനെ എല്ലാ അർത്ഥത്തിലും അറിയുമ്പോൾ, അവൻ്റെ ശ്രദ്ധ അപ്പോൾ അവളുടെ ആ കുഞ്ഞു വയറിലുള്ള അവൻ്റെ ജീവൻ്റെ തുടിപ്പിനെയും വേദനിപ്പിക്കാതെ എന്നാൽ പൂർണ്ണമായും നിറഞ്ഞ മനസ്സോടെ അവളെ തൃപ്തിപ്പെടുത്താൻ അവനും സാധിച്ചു. ചെറിയൊരു കിതപ്പോടെ അവളുടെ മാറിലേക്ക്, ആ വിയർപ്പിലേക്ക് അവൻ മുഖം ചേർത്ത് കിടന്നു. അപ്പോഴും അവളുടെ കൈവിരലുകൾ അവൻ്റെ തലയിൽ കോർത്തു പിടിച്ചിരുന്നു. അല്പസമയം കഴിഞ്ഞതും രണ്ടുപേരും ഉറക്കത്തിലേക്ക് പോയി. മുഖത്ത് വെള്ളം വീഴുന്നത് അറിഞ്ഞാണ് ഇന്ദ്രൻ കണ്ണു തുറക്കുന്നത്. അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ബെഡിൽ കിടന്നുകൊണ്ട് വെള്ളത്തിലേക്ക് നോക്കി കൈകൾ രണ്ടും ഇട്ട് വെള്ളം തെറിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പാറുവിനെയാണ് അവൻ കാണുന്നത്. ഇന്ദ്രൻ പെട്ടെന്നാണ് പാർവതി ബെഡിൽ കമഴ്ന്നു കിടന്നാണ് വെള്ളത്തിൽ കളിക്കുന്നത് എന്ന് കണ്ടു. പാറു, പെട്ടെന്ന് അവൻ വിളിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി. അവൾ നോക്കുമ്പോൾ മുഖത്ത് ഒരു ദേഷ്യമുണ്ട്. എന്തിനാ ഇപ്പോൾ ഈ ദേഷ്യം? അവൾ ചോദിച്ചു. ഇങ്ങനെ കമഴ്ന്ന് കിടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അവൻ ചോദിച്ചപ്പോഴാണ് താൻ ഇത്ര നേരം കമഴ്ന്ന് കിടക്കുകയായിരുന്നു എന്ന് അവൾ ഓർത്തത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നത്തെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പഴയ സ്റ്റോറിയിലൊന്നും ഇല്ലാത്ത ഭാഗങ്ങളാണ് ഇത്. ഒരുപോലെ തന്നെ സ്റ്റോറി കൊണ്ടുപോയാൽ വായിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് നിന്നിലലിയാൻ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇന്നത്തെ ഭാഗം അല്പം റൊമാൻസ് കൂടിപ്പോയോ? സ്റ്റോറിയിൽ റൊമാൻസ് ഇല്ല ചേച്ചി, റൊമാൻസ് എവിടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.